പ്രിയമുള്ളവരെ, വചനജ്വാല 1775 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 11 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് എസെക്കിയേലിന്റെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 48 അധ്യായം 19 മുതൽ 35 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. നിങ്ങൾ നീക്കിവെക്കുന്ന മുഴുവൻ ഭാഗവും വിശുദ്ധ ഓഹരിയും നഗര സ്വത്തും കൂടി 25,000 മുഴത്തിൽ സമചതുരമായിരിക്കണം. വിശുദ്ധ ഓഹരിക്കും നഗര സ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയുടെ 25,000 മുഴം സ്ഥലത്തു നിന്ന് കിഴക്കേ അതിരുവരെയും പടിഞ്ഞാറേ അതിരുവരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപരിച്ചു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും അതിൻ്റെ നടുക്കായിരിക്കും. നഗരത്തിൻ്റെയും ലേവ്യരുടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം. രാജാവിൻ്റെ ഓഹരി യൂദയായുടെയും ബെഞ്ചമിന്റെയും അതിരുകൾക്കിടയിലും മറ്റ് ഗോത്രങ്ങളുടെ ഓഹരി, ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിന്റെ ഭാഗം, അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ശിമയോന്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസഹാക്കറിന്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സെബുലൂന്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിന്റെ ഓഹരി. ഗാദിന്റെ അതിരിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ മെറിബാദ് ജലാശ വരെയും അവിടെ നിന്ന് ഈജിപ്ത് തോട് വഴി മഹാസമുദ്രം വരെയുമാണ് തെക്കേ അതിർത്തി. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ പൈതൃകാവകാശമായി കിട്ടിയ നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശം ഇതാണ്. ഇവയാണ് അവരുടെ ഓഹരികൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ജെറൂസലേം കവാടങ്ങൾ, പട്ടണത്തിന്റെ പുറത്തേക്കുള്ള കവാടങ്ങൾ 4500 മുഴം നീളമുള്ള വടക്കു വശത്ത് 3 കവാടങ്ങൾ. റൂബന്റെയും യൂദയായുടെയും ലേവിയുടെയും ഓരോന്ന്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക. 4500 മുഴം നീളമുള്ള കിഴക്ക് വശത്ത് 3 കവാടങ്ങൾ. ജോസഫിന്റെയും ബെഞ്ചമിന്റെയും ദാനിന്റെയും. 4500 മുഴം നീളമുള്ള തെക്ക് വശത്ത് 3 കവാടങ്ങൾ. ശിമയോന്റെയും ഇസാക്കറിന്റെയും സെബുലൂന്റെയും. 4500 മുഴം നീളമുള്ള പടിഞ്ഞാറ് ഭാഗത്ത് 3 കവാടങ്ങൾ. വേഗാദിന്റെയും ആഷേറിന്റെയും നഫ്താലിയുടെയും. നഗരത്തിന്റെ ചുറ്റളവ് 18,000 മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിന്റെ പേര് യാഷ്കവാമ എന്നായിരിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനും അനുഗ്രഹീതനുമായ വിശുദ്ധ ബെനഡിക്റ്റിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഇറ്റലിയിലെ നോർച്ചയിൽ ജനനം, റോമയിൽ പഠനം, സുഖലോലുപതയോട് താല്പര്യമില്ലാത്തതിനാൽ സുബിയാക്കോ പർവ്വത നിരകളിൽ ഒരു ഗുഹയിൽ 3 വർഷം താമസിച്ചു. വിശുദ്ധി മൂലം പലരും താമസിക്കാൻ കൂടെ തയ്യാറായി. ഒരു കഠിനമായ
സന്യാസമുറയ്ക്ക് തുടക്കമിട്ടു. ചില ശിഷ്യന്മാർ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തെങ്കിലും ആ ഭക്ഷണം ആശീർവദിച്ചപ്പോൾ കോപ്പയടക്കം തകർന്നു വീണു. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് സ്കൂൾ തുടങ്ങിയത് അസൂയാലുക്കൾ വർദ്ധിക്കാൻ ഇടയാക്കി. 28 വർഷത്തിനിടയ്ക്ക് 12 അംഗങ്ങളുള്ള 12 ആശ്രമം സ്ഥാപിച്ചു. ഒരു ശിഷ്യന്റെ പിതാവ് മോന്തോ കസിനോ ദാനം ചെയ്തു. അവിടെ ഒരു ആശ്രമം പണിത് അവിടെ താമസിച്ചു. ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം എന്നീ 3 വ്രതത്രയങ്ങൾ, പ്രാർത്ഥന, പഠനം, കൈത്തൊഴിൽ എന്നിവയും അഭ്യസിച്ചു. മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് കല്ലറ തുറക്കാൻ ആജ്ഞാപിച്ചു. പനി പിടിച്ച് 6-ാം ദിവസം തന്നെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ഒരു ശിഷ്യന്റെ മേൽ ചാരിക്കിടന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും താമസിയാതെ ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു യുവാവിനെ ഉയർപ്പിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ബെനഡിക്റ്റൻ സഭ 24 മാർപ്പാപ്പമാരെയും 4600 മെത്രാന്മാരെയും 5000-ഓളം വിശുദ്ധരെയും കാഴ്ചവെച്ചു. പ്രിയമുള്ളവരെ, അനുഗ്രഹീതനായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.